അപ്പോൾ പിശാച് നമ്മളെ വഴിതെറ്റിക്കാതിരിക്കാൻ നമ്മിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹോദരങ്ങളെ ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാത്ത സത്യവിശ്വാസം. ആരെയും കാണിക്കുക എന്ന ചിന്തയില്ലാതെ, പരലോകത്തെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് ഓർത്തുകൊണ്ടും മനസ്സറിഞ്ഞുകൊണ്ട് നല്ലവരാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുവാൻ ഇബ്ലീസിന് സാധ്യമല്ല. ഈ ഒരു നിഷ്കളങ്കതയും ഈ ഒരു ആത്മാർത്ഥതയും നമ്മിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് പിശാച് നമ്മെ സമീപിക്കുന്നതും അവൻ നമ്മെ വഴിതെറ്റിക്കുന്നതും. രണ്ടാമത്തെ കാര്യം, തഖ്വയുള്ള, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കൃത്യമായി കാത്തു സൂക്ഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. അങ്ങനെയാണെങ്കിൽ പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അതിനുള്ള തെളിവ് 7-ാം അധ്യായം സൂറത്തുൽ അറാഫിലെ 201, 202 ആയത്തുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന തഖൗ, നിശ്ചയം തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കലാണ്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കലും അള്ളാഹു വിലക്കിയതും നിരുത്സാഹപ്പെടുത്തിയതുമായ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഇങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി, ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്ന് വല്ല ദുർബോധനവും അവരെ ബാധിച്ചാൽ, പിശാചുക്കൾ അവരുടെ അടുക്കൽ വരികയും ഏതെങ്കിലും നിലക്ക് വഴിതെറ്റിക്കാൻ വേണ്ടി പിശാച് പരിശ്രമിക്കുകയും ചെയ്താൽ തദക്കറു, അവർ പെട്ടെന്ന് ഉത്ബുദ്ധരാകും, അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മയാകും, ഇത് പിശാചിൻ്റെ തന്ത്രമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടും. ഫഇദാഹും മുബ്സിറൂൻ, അങ്ങനെ അവർ ഉൾക്കാഴ്ചയുള്ള ആളുകളായിത്തീരും. വ ഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യ്, എന്നാൽ പിശാചിൻ്റെ മിത്രങ്ങളാകട്ടെ പിശാച് അവരെ വഴികേടിൽ സഹായിച്ചുകൊണ്ടേയിരിക്കും. സുമ്മ ലാ യുഖ്സിറൂൻ, അവർക്ക് പിന്നീട് ആ തിന്മയിൽ നിന്ന് മാറി നല്ലവരാകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമാകും. അപ്പോൾ പിശാചിന് വഴങ്ങിക്കൊടുക്കുകയും ഒരു നിലക്കും തഖ്വയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യാത്ത ആളുകളെ പിശാച് നിരന്തരം വേട്ടയാടുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അത് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പിശാചുക്കൾ അവൻ്റെ മിത്രങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം പറയുന്നത്, ലാ അൽ ഇൻസു യുഖ്സിറൂൻ അമ്മാ യഅമലൂന മിനസ് സയ്യിആത്ത്, മനുഷ്യൻ അവൻ ചെയ്യുന്ന തെറ്റിൽ നിന്ന് ഒരിക്കലും അവൻ പിറകോട്ട് പോവുകയുമില്ല. വല ശയാതീനു തുംസികു അൻഹും, പിശാചാകട്ടെ അവരെ വഴിതെറ്റിക്കുന്നത് നിർത്തുകയുമില്ല. ഇങ്ങനെ പിശാച് വഴിതെറ്റിച്ചുകൊണ്ടേയിരിക്കും, മനുഷ്യർ വഴികേടിലായിക്കൊണ്ടേയിരിക്കും. ഇത് പിശാചിൻ്റെ മിത്രങ്ങളുടെ സ്വഭാവമാണ്. എന്നാൽ യഥാർത്ഥ തഖ്വയോടുകൂടി ജീവിക്കുന്ന, ആത്മാർത്ഥമായി മുത്തഖീങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ പിശാചിൻ്റെ ദുർബോധനം ഉണ്ടാകുമ്പോഴേക്ക് അവർക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുമെന്നാണ്. ഇവിടെ ത്വാഇഫും മിനശ് ശൈത്താൻ എന്ന് പറഞ്ഞിടത്ത് ഇബ്നു ജരീർ അത്ത്-തബരി അത്വാഇഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നൽകിയ അർത്ഥം മാ ത്വാഫ ബിക മിൻ വസ്വസതി ശൈത്താൻ, പിശാചിൻ്റെ വസ്വാസ്, നിന്നെ സമീപിക്കുന്ന, നിന്നെ ബാധിക്കുന്ന പിശാചിൻ്റെ വസ്വാസ്. അതേപോലെ തന്നെ വൽ വസ്വസതു വൽ ഇസ്തിസ്ലാലു ഹുവ ത്വാഇഫു മിനശ് ശൈത്താൻ, തെറ്റിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും വസ്വാസുകളുമാണ് ത്വാഇഫും മിനശ് ശൈത്താൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വല്ല ദുർബോധനവും പിശാചിൽ നിന്ന് ഉണ്ടായാൽ ഫഇദാഹും മുബ്സിറൂൻ, തഖ്വയുള്ള ആളുകൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാകുന്നു. ഫഇന്നഹു യഅനി ഫഇദാഹും മുബ്സിറൂന ഹുദല്ലാഹി വ ബയാനഹു വ തആതഹു ഫീ ഫമുൻതഹൂന അമ്മാ ദഅാഹും ഇലൈഹി ത്വാഇഫു ശൈത്താൻ, അവർക്ക് വ്യക്തമായ ധാരണയുണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ഒരാൾക്ക് തഖ്വ ഉണ്ടാവണമെങ്കിൽ അറിവുണ്ടാകണം. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കാത്തു സൂക്ഷിക്കലാണ്. അപ്പോൾ വിധികൾ എന്താണ്, വിലക്കുകൾ എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വിധികളും വിലക്കുകളും അറിഞ്ഞിരിക്കുന്ന ഒരാൾ പിശാച് ദുർബോധനം നടത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാകും, ഇത് ശരിയല്ല, ഇത് അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരാണ്. ഒന്നുകിൽ അള്ളാഹു കൽപ്പിച്ചതിൽ നിന്ന് എന്നെ തടയുകയാണ്, അല്ലെങ്കിൽ അള്ളാഹു വിലക്കിയത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഈ ബോധം തഖ്വയുള്ള ആളുകൾക്കുണ്ടാകും. അപ്പോൾ അറിവും തഖ്വയും ഉള്ള ആളുകൾ, തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾ, അവരെ പിശാചിന് വഴിതെറ്റിക്കാൻ കഴിയില്ല. മൂന്നാമത്തത്, ഇതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, നിരന്തരമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാകണം. അദ്കാറുകൾ, ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയും വേണം. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു സുഖ്റുഫിലെ 36-37 ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമൻ യഅ്ശു അൻ ദിക്രി റഹ്മാനി, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ ദിക്റിനെ ആരാണോ അവഗണിക്കുന്നത്, നുഖയ്യിദു ലഹു ശൈത്താനൻ, ഒരു പിശാചിനെ അവന് നാം കീഴ്പ്പെടുത്തി കൊടുക്കും, ഫഹുവ ലഹു ഖരീൻ, പിന്നീട് ആ പിശാച് അവൻ്റെ കൂട്ടുകാരനായിരിക്കും. വ ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി, ശരിയായ മാർഗ്ഗത്തിൽ നിന്ന് പിശാച് അയാളെ തടഞ്ഞുകൊണ്ടിരിക്കും. വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, അയാൾ വിചാരിക്കുന്നത് ഞാൻ സന്മാർഗ്ഗത്തിലാണ് എന്നാണ്. ഇവിടെ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത്, അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് ഒരാൾ അകന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ കൂട്ടുകാരൻ പിശാചായിരിക്കുമെന്നാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? എത്ര കണ്ട് നമ്മൾ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നുവോ അത്ര കണ്ട് പിശാച് അകന്നു പോകുന്നതാണ്. നിരന്തരമായ ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലണം. ഉറങ്ങാൻ കിടക്കുമ്പോഴും, ഉറങ്ങി എഴുന്നേറ്റാലും, വസ്ത്രം ധരിക്കുമ്പോഴും, വീട്ടിലേക്ക് കയറുമ്പോഴും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും, ഭക്ഷണം കഴിക്കുമ്പോഴും, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലും, ഇണചേരുന്ന സന്ദർഭത്തിലും, പ്രഭാത പ്രദോഷങ്ങളിലുള്ള അദ്കാറുകളും, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ, വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്റുകൾ, അങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിലൊക്കെ പഠിപ്പിക്കപ്പെട്ട ദിക്റുകളെല്ലാം ചൊല്ലണം.